വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഇപ്പോൾ പോലീസ്. എന്നാൽ മറ്റു വിദ്യാർത്ഥികൾ അതിനെ തടയുന്നുണ്ട്. സ്ത്രീകൾ, പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. വൈസ് ചാൻസലർ രാജിവെക്കുന്നത് വരെ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ് ഡൽഹി പോലീസ്. ഈ ക്യാമ്പസിന് പുറത്തു പോകാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഉള്ളത്. പെൺകുട്ടികളെ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റുകയാണ്. അവരോട് സംസാരിക്കാനായിട്ട് മാധ്യമങ്ങളെ ഉൾപ്പെടെ പോലീസ് അനുവദിക്കുന്നില്ല. ബസ്സിന് സമീപത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ വലിച്ചിഴച്ചാണ് ഇപ്പോൾ വാഹനത്തിനകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം തങ്ങൾ അവസാനിപ്പിക്കില്ല. വരും ദിവസങ്ങളിലും VC-ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകും. ജാതി അധിക്ഷേപം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ABVP-യുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ല വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് എന്നുള്ളൊരു കാര്യം ABVP ഉയർത്തിയിരുന്നു. എന്നാൽ അതെല്ലാം വിദ്യാർത്ഥികൾ തള്ളുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ABVP പ്രവർത്തകരാണ് തങ്ങൾക്കെതിരെ പുലർച്ചെ കല്ലെറിഞ്ഞത് എന്നുള്ളൊരു ആരോപണം വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിയിരുന്നു. പോലീസ് വാഹനത്തിൽ നിന്നും ഉൾപ്പെടെ തങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. അതുകൊണ്ട് പോലീസും ABVP-യും ഒന്നിച്ചു നിന്ന് ഈ സമരത്തെ, തങ്ങളുടെ പ്രതിഷേധത്തെ എല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ഓരോരുത്തരായിട്ട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ്. ബസ്സിനകത്ത് വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ്. എന്തിനാണ് തങ്ങളുടെ ഈ പ്രതിഷേധ മാർച്ച് തടയുന്നത്? BJP പറയുന്നതനുസരിച്ച് ഡൽഹി പോലീസ് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതായി ഡൽഹി പോലീസ് മാറി. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. തങ്ങളുടെ പ്രതിഷേധം എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും. വരും ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ക്യാമ്പസിനകത്തും പുറത്തും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. നിരന്തരമായിട്ട് സർവകലാശാലക്കകത്ത് വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങൾ സർവകലാശാലയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ABVP പ്രവർത്തകർക്കെതിരെ പലതവണ പരാതി നൽകിയിട്ടും അവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. തങ്ങളെ സമാധാനപരമായി സമരം നടത്തുന്ന ഇടത്തെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളാണ് ABVP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തുടങ്ങിയ ആരോപണങ്ങളാണ് വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ലോങ് മാർച്ച് ഇന്ന് ഉച്ചയോടുകൂടി സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നടത്താനായിട്ട് വിദ്യാർത്ഥികൾ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഉള്ളത്. ഈ ക്യാമ്പസിനകത്ത് വെച്ച് തന്നെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കണം, ഗേറ്റിന് പുറത്തേക്ക് വരരുത് എന്നുള്ളൊരു നിലപാടിൽ തന്നെയായിരുന്നു പോലീസ്. പുറത്തിറങ്ങിയാൽ നിങ്ങളെ കസ്റ്റഡിയിലെടുക്കും, അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് നിരന്തരം വിദ്യാർത്ഥികളോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഭീഷണികളെല്ലാം മറികടന്നുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആ 3 ഗേറ്റുകളും തകർത്തുകൊണ്ട് സർവകലാശാലയ്ക്ക് പുറത്തേക്ക് വന്നത്. 3 ഗേറ്റുകൾ മാത്രമല്ല, പോലീസ് നിർത്തിയ 4 റോ ബാരിക്കേഡ് ഉണ്ടായിരുന്നു. ആ ബാരിക്കേഡും പൂർണ്ണമായും വിദ്യാർത്ഥികൾ മാറ്റിയിരുന്നു. അതിനുശേഷമാണ് പ്രതിഷേധവുമായി മുന്നോട്ടെത്തിയത്. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ സർവകലാശാലയിൽ നിന്ന് പോലീസ് വാഹനത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തങ്ങളുടെ പ്രതിഷേധം എന്തായാലും തടുക്കും. ദല്ലാളുകളായി പോലീസ് മാറിയിരിക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ ഈ പോലീസ് വാഹനത്തിനകത്ത് നിന്ന് പറയുന്നത്. പ്രതിഷേധം വലിയ രീതിയിൽ ഒരു കനത്ത പ്രതിഷേധം തന്നെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഉണ്ടാകുന്നു. VC-യുടെ രാജിയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. VC-യുടെ രാജിയിൽ കുറഞ്ഞ ഒരു കാര്യവും തങ്ങൾക്കില്ല. VC രാജിവെക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. വലിയ സംഘർഷ സാഹചര്യം ദില്ലി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു. അവിടെ VC-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ ലോങ് മാർച്ച് നടത്തുകയായിരുന്നു. അതിൻ്റെ ലോങ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചതും. ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. ഇന്ന് നടന്ന ലോങ് മാർച്ചിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിലൂടെ കാണുന്നത്. വൈസ് ചാൻസലർ ശാന്തിശ്രീ ധൂളിക്കുട്ടി പണ്ഡിറ്റിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇടത് സംഘടനകളടക്കം, ഇടത് വിദ്യാർത്ഥി യൂണിയനുകളടക്കം സമരം ശക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പ്രതിഷേധ മാർച്ചിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളും ABVP പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലോങ് മാർച്ചിന് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് തടയാൻ ബാരിക്കേഡുകൾ ഒരുക്കി വലിയ പോലീസ് സന്നാഹം അവിടെ നിലയുറപ്പിച്ചിരുന്നു. നിരവധി വിദ്യാർത്ഥി നേതാക്കളെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. UGC ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റിനിടെ VC നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് വലിയ വിദ്യാർത്ഥി പ്രതിഷേധം, വിദ്യാർത്ഥി രോഷം അവിടെ ഇരമ്പുന്നത്. ഫെബ്രുവരി 16-നാണ് ഈ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയത്. ഈ പോഡ്കാസ്റ്റിലാണ് VC ജാതി അധിക്ഷേപം നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിനായി UGC പുറത്തിറക്കിയ ചട്ടങ്ങൾ
യുക്തിരഹിതമാണെന്നായിരുന്നു VC-യുടെ വാദം. സ്ഥിരമായ ഇരവാദം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ഈ വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും VC പോഡ്കാസ്റ്റിൽ പറയുന്നു. കറുത്ത വംശജർ ഉയർത്തുന്ന വാദമാണിതെന്നുമായിരുന്നു VC-യുടെ ജാതി അധിക്ഷേപം. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇരമ്പുന്നത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. തൗഫീഖ്, വലിയ പ്രവർത്തക പങ്കാളിത്തം ഈ ലോങ് മാർച്ചിലുണ്ട്, നമുക്ക് നേരിട്ട് കാണാം. ABVP ഒഴികെയുള്ള ഏതാണ്ടെല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ ലോങ് മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഈ ലോങ് മാർച്ചിനെ എങ്ങനെയാണ് VC അടക്കമുള്ളവർ കാണുന്നത്? നിലവിലുള്ള രാജ്യാവശ്യത്തോട് VC-യുടെ പ്രതികരണം എങ്ങനെയാണ് തൗഫീഖ്? സെക്രട്ടറി പ്രതിഷേധ മാർച്ച് തടയാനായിട്ട് നേരത്തെ തന്നെ പോലീസിന് ക്യാമ്പസിൽ കയറാനുള്ള ഒരു അനുവാദം സർവകലാശാല നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണീർ വാതകങ്ങളുമായിട്ട് പോലീസ് ക്യാമ്പസിനകത്തേക്ക് കടന്നത്. ആ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ആരാണ് പോലീസിൽ ക്യാമ്പസിനകത്ത് കയറാൻ അനുവാദം നൽകിയത്? ഇത്തരത്തിൽ കണ്ണീർ വാതകവുമായിട്ട് ക്യാമ്പസിനകത്ത് കയറുന്നത് ഒരു തരത്തിലും ശരിയല്ല. വിദ്യാർത്ഥികളാണ് ക്യാമ്പസിൽ പഠിക്കുന്നത്. അവർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കാൻ വേണ്ടിയാണോ സർവകലാശാല ഇത്തരം ഒരു അനുമതി ഡൽഹി പോലീസിന് നൽകിയത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു വിദ്യാർത്ഥി യൂണിയൻ ചോദിച്ചിരുന്നത്. ABVP ഒഴികെയുള്ള മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. SFI ഉണ്ട്, IC ഉണ്ട്, അതോടൊപ്പം തന്നെ NSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. വൈസ് ചാൻസലർ രാജി തന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ വൈസ് ചാൻസലർ ഈ പരാമർശം നടത്തിയതിന് പിന്നാലെ അത് പിൻവലിക്കാനോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഖേദപ്രകടനങ്ങൾ നടത്താനോ വൈസ് ചാൻസലർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പകരം അതിനെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നു സർവകലാശാലയുടെയും വൈസ് ചാൻസലറുടെയും ഭാഗത്തുകൊണ്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുകൊണ്ട് ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ VC മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ആ പറഞ്ഞത് തെറ്റിപ്പോയി എന്നുള്ള ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം സർവകലാശാലയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വിദ്യാർത്ഥി പ്രതിഷേധം ഒരുപക്ഷെ തണുക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു പ്രതികരണവും സർവകലാശാലയുടെയോ VC-യുടെയോ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായില്ല. അതുകൊണ്ടാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. അംബേദ്കറുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. എന്നാൽ ആ ചിത്രം ഉൾപ്പെടെ പോലീസ് തകർത്തു എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. ചിത്രവും ഉയർത്തി സമാധാനപരമായിട്ടായിരുന്നു തങ്ങളുടെ ആ പ്രതിഷേധം ഈ ക്യാമ്പസിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നത്. എന്നാൽ അംബേദ്കറുടെ ചിത്രം ഉൾപ്പെടെ ഡൽഹി പോലീസ് തകർത്തു എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. ഈ പ്രതിഷേധം അംബേദ്കറുടെ ചിത്രമടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ വിദ്യാർത്ഥി രോഷം JNU-വിന് പുറത്ത് ആളിക്കത്തുന്നു. എന്നാൽ നേതാക്കളെ അടക്കം ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. എന്തായാലും JNU VC-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഒരു പുതിയ തലത്തിലേക്ക്, പ്രക്ഷോഭം പുതിയ തലത്തിലേക്ക് കടക്കുന്നതാണ് നമ്മൾ JNU-വിൽ നിന്ന് കാണുന്നത്. വിശദാംശങ്ങൾ നൽകിയത് തൗഫീഖ് അസ്ലം.